നിങ്ങൾ ട്രെയിനിലോ ബസ്സിലോ ഇനി ഫ്ലൈറ്റിലോ ആണെങ്കിൽ പോലും യാത്ര ചെയ്യുന്ന വേളയിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സഹയാത്രികൻ എടുക്കുകയും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങളെ വിവസ്ത്രനാക്കുകയും ചെയ്യുന്ന ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് എന്തായിരിക്കും ആ അവസരത്തിൽ നിങ്ങളുടെ പ്രതികരണം? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചിത്രം അശ്ലീലമായിട്ട് എഡിറ്റ് ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നത്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. എന്താ നടന്നത് നമുക്ക് നോക്കാം. राम राम. ते काय करतो बघा. फोटो काढत होतो मॅडमचं ऐका तर पूर्ण काय करत होता? करत होतो असं करता काय? मी वरती वरून बघितलं म्हणून ठीक आहे. घेऊन जावा त्याला, सेफ्टीसाठी बरोबर नाही आमच्या तुम्ही केलं आम्हाला काय केलं त्यांनी? तर केलेत त्यांनी. मैम आपका वीडियो निकाला इसने, आपके हिसाब से क्या करे? आप बोलो. सर बोल रहे मुझे लीड करो उसका वीडियो. वायरल करायची आदमी का आपका कुछ नहीं आएगा. नहीं सर. മഹാരാഷ്ട്രയിലെ പുനെയിൽ നിന്ന് കൊല്ലാപൂരിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിനകത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ട്രെയിനിൽ ബുർക്ക ധരിച്ച് യാത്ര ചെയ്യുക എന്ന ഒരു സ്ത്രീ, ഒരു സുന്ദരിയായ സ്ത്രീയുടെ ഫോട്ടോ ആ സ്ത്രീ പോലും അറിയാതെ ആ സ്ത്രീയുടെ തൊട്ടപ്പുറത്തിരുന്ന ഒരുത്തൻ അവരുടെ സമ്മതമോ അറിവോ കൂടാതെ അവരുടെ ചിത്രം മൊബൈലിൽ പകർത്തുന്നു. അതിനുശേഷം അയാളുടെ മൊബൈൽ ഫോണിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഈ സ്ത്രീയുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് അത് വിവസ്ത്രയാക്കാൻ നോക്കുകയാണ്. അതായത് മൊബൈൽ വഴിയാണ് ഇയാൾ ശ്രമിക്കുന്നത്. മനസ്സിലാക്കണം, ഒരു സ്ത്രീ യാത്ര ചെയ്യണം, അവരുടെ അനുവാദമോ സമ്മതമോ കൂടാതെ ഞാൻ അവരുടെ ചിത്രം പകർത്തുന്നു, എന്നിട്ട് എന്റെ മൊബൈലിലുള്ള ഒരു AI ആപ്പിലേക്ക് ഞാൻ ഇത് കൊടുക്കണം, എനിക്കിതൊന്ന് അൺഡ്രസ് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു പണിയാണ് ഇയാൾ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ അതൊരു അശ്ലീല ചിത്രമാക്കി മാറ്റാനുള്ള മനോരോഗത്തിന്റെ നേരിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. എന്നാൽ ഇയാൾ ഇത്തരം ഒരു നീച പ്രവൃത്തി ചെയ്യുമ്പോൾ ഇയാൾ ഇരിക്കുന്ന ബർത്തിന്റെ മുകളിൽ ഒരാളുണ്ട്. ഇയാൾ ഇത് മേലിൽ നിന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇയാൾ ഇത് വാച്ച് ചെയ്തു. അങ്ങനെ ഇയാൾ താഴേക്ക് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ കൊണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം താഴെ ഇറങ്ങി വന്നിട്ട് ഇയാളോട് പറഞ്ഞു, നീ എന്ത് പണിയാ ചെയ്ത്, ഇത്തരത്തിലൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ ഇയാൾ പറയുന്നുണ്ട്, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ഇവൻ റീസെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പ് ആവട്ടെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇയാളുടെ തൊട്ടു മുന്നിലിരിക്കുന്ന ബുർക്ക ധരിച്ച സ്ത്രീയെ വിവസ്ത്രനാക്കിയിട്ട് ഇയാൾ മാറ്റിയിരിക്കുകയാണ് മൊബൈലില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ആ സ്ത്രീ അവിടെ ഉറങ്ങാണ്, ഒന്നും അറിയില്ല, ഒരു പാവ സ്ത്രീ. ഓരോ ഞരമ്പന്മാർ നോക്കുങ്ങള്. ഇതിപ്പോ ഇയാളുടെ ബർത്തിന്റെ മുകളിൽ കിടക്കുന്ന ആൾ കണ്ടത് കൊണ്ട് ഇത്തരത്തിൽ കാണാതെ ഏതെല്ലാം മനോരോഗികൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും മാന്യമായി ജീവിക്കുന്ന ആളുകളെ. ഇത്തരം ആളുകൾക്കൊക്കെ ഇന്ത്യൻ റെയിൽവേ ആജീവനാന്ത യാത്രാവിലക്ക് ഏർപ്പെടുത്താമെന്ന എന്റെ അഭിപ്രായം. എത്ര റിസ്ക് ആണ് നിങ്ങളൊന്ന് ആലോചിക്കേ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് നമ്മൾ ഇവന്മാരൊക്കെ എടുക്കുന്ന നമ്മുടെ ഫോട്ടോ ഇവരൊക്കെ എന്തൊക്കെ കൊണ്ടുപോയി ചെയ്യുന്നേ നമ്മൾ പോലും ഇത് അറിയുന്നുണ്ടോ? സംഭവം സഹയാത്രികരനായ ഇയാളുടെ ബർത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആളിത് പിടിക്കപ്പെടുകയും തുടർന്ന് അവിടെ ആള് കൂടുകയും ഇത്തരം വൃത്തികേട് ചെയ്താണ് നല്ല തല്ലും കിട്ടുന്നുണ്ട് യാത്രക്കാരുടെ ഭാഗം. തുടർന്ന് ഇവര് പോലീസിനെ വിവരം അറിയിക്കുന്നു, റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുന്നു. റെയിൽവേ പോലീസ് എത്തിയ സമയത്ത് ഇപ്പം പറയുന്നു, അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ കൂട്ടം കൂടി ആക്രമിച്ചതാണേ, അതാണേ ഇതാണേ എന്നൊക്കെ പറഞ്ഞ് ഈ റെയിൽവേ പോലീസ് ഇവന്റെ ഫോണിൽ എടുത്തിട്ട് അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോ ഈ ഫോട്ടോ ഉണ്ട്. അവിടെ വെച്ച് തന്നെ ഇയാളെ കൈയോടെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, കേസും ചാർജ് ചെയ്തു. യാത്ര ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വേളകളിൽ ജനറൽ കമ്പാർട്ട്മെന്റ് പോലെയുള്ള ക്ലാസ്സുകളിൽ കയറുമ്പോൾ നമ്മുടെ സ്വകാര്യതക്ക് വലിയ വാല്യൂ ഉണ്ടാവണമെന്നില്ല. അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളത്. ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, ഇനിയിപ്പോ ഫ്ലൈറ്റിലാവട്ടെ, തൊട്ടടുത്തിരിക്കുന്ന ആള് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും അവന്റെ കയ്യിലുള്ള മൊബൈലാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറ മറ്റുള്ള കാര്യങ്ങളാവട്ടെ അത് ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് നേരെ വരുന്നുണ്ടോ എന്ന് നമ്മൾ സദാ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പിന്നെ ഇത്തരം കമ്പാർട്ട്മെന്റിലെ യാത്ര നമുക്കറിയാം, വലിയ തിരക്കാണ്. ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ വലിയ രീതിയിൽ തിരക്കായിരിക്കും. ഈ തിരക്കിനിടയിൽ നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങളുടെ സമ്മതം വാങ്ങാതെ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ ഏതെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ അതിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. അങ്ങനെ മിണ്ടാതിരിക്കരുത്, ധൈര്യം കാണിക്കണം സ്ത്രീകള്. എന്തിനെന്റെ ഫോട്ടോ എടുത്തു,
എന്റെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ എന്നോട് സമ്മതം ചോദിക്കണ്ടേ എന്ന് കൃത്യമായിട്ട് ഈ ഫോട്ടോ എടുക്കുന്ന ഞരമ്പ് രോഗിയോട് ചോദിച്ചിരിക്കണം. ഒരു മടി നിങ്ങൾ അതിന് കാണിക്കരുത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം സാഹചര്യങ്ങളിൽ സഹയാത്രക്കാരുടെ പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സമ്മതമില്ലാതെ ഒരാൾ പകർത്താൻ ശ്രമിക്കുന്ന വേളയിൽ ആ കമ്പാർട്ട്മെന്റിലുള്ള മറ്റ് യാത്രക്കാരോട്, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളോട് പരാതിപ്പെടുക. എന്റെ സമ്മതമില്ലാതെ ഇയാൾ എന്റെ ഫോട്ടോ എടുക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് ആളെ കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് തന്നെയല്ലേ ന്യായമുള്ളത്. പിന്നെ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇത്തരം സാഹചര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടായ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ റെയിൽവേ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടുക. 139 അതാണ് റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ. സാധിക്കുമെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന റൂട്ടിലെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷൻ അടുത്തത് ഏതാണെന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. ഒരു ഫോൺ എടുത്തിട്ട് അവിടേക്കും വിവരം നൽകുക. മാത്രമല്ല, നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന ഈ ഞരമ്പ് രോഗിയുടെ കയ്യിൽ മാത്രമല്ല ഫോൺ ഉള്ളത്, നിങ്ങളുടെ കയ്യിലില്ലേ ഫോണ്. ഈ പറയപ്പെട്ട സീനുകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് അതൊക്കെ വലിയൊരു എവിഡൻസ് ആണ്. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന വേളയിൽ, പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റ് പോലെ ആളുകൾ വലിയ രീതിയിൽ തിക്കിത്തിരക്കി ഞെരിഞ്ഞ് യാത്ര ചെയ്യുന്ന വേളയിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പകൽമാന്യന്മാരുണ്ട്. പകൽമാന്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞരമ്പ് രോഗികളായ പകൽമാന്യന്മാർ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി പ്രത്യേകം മറ്റൊരു വീഡിയോ ഒട്ടും മികച്ച തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കേൾക്കാൻ പറയുന്നു.